ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മന്ത്രി GR അനിൽ. ഓണത്തിന് മുന്നോടിയായി പൊതുവിതരണ ഔട്ട്ലെറ്റുകളിൽ എല്ലാ അവശ്യ വസ്തുക്കളും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി. സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ പ്രയോജനപ്പെടുത്തി തൊഴിൽ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ സൗജന്യ തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി V. ശിവൻകുട്ടി. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കാസർഗോഡ് കാഞ്ഞങ്ങാട് കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. പാരീസ് പാരാലിമ്പിക്സ് അത്ലറ്റിക്സിന്റെ വിവിധ ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ഫൈനൽ പോരാട്ടത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മന്ത്രി GR അനിൽ. മലപ്പുറത്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പുതിയ ജില്ലാ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ കടകളുടെ ആധുനികവൽക്കരണത്തിന് സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. റേഷൻ കടകൾ വഴി ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ഓണത്തിന് പൊതുവിതരണ ഔട്ട്ലെറ്റുകളിൽ എല്ലാ അവശ്യ വസ്തുക്കളും എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിലെ ക്രമക്കേടുകൾ നിയന്ത്രിക്കുന്നതിനായി ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പരിശോധനാ സ്ക്വാഡുകൾ പ്രവർത്തനം ഊർജിതമാക്കി. ഉത്രാട ദിനമായ സെപ്റ്റംബർ 14 വരെ പരിശോധന തുടരും. ഇന്ധന പമ്പുകളിലെ അളവ് സംബന്ധിച്ചും സംഘം പരിശോധനകൾ നടത്തും. ഉപഭോക്താക്കൾക്ക് പരാതി അറിയിക്കുന്നതിനായി ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെടാം. സുതാര്യ മൊബൈൽ ആപ്പ് വഴിയും പരാതി അറിയിക്കാവുന്നതാണ്. സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തെ തൊഴിൽ രംഗം ശക്തിപ്പെടുത്തണമെന്നും ഈ ലക്ഷ്യത്തോടെയാണ് സർക്കാർ സൗജന്യ തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി V. ശിവൻകുട്ടി. നിയുക്തി മെഗാ തൊഴിൽമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സാമൂഹിക മുന്നേറ്റത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കോഴിക്കോട് NITയുടെ 20ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കും സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കും വിദ്യാഭ്യാസ വികസനത്തിൽ വലിയ പങ്കുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. സീറോ മലബാർ സഭ പാലക്കാട് രൂപത സുവർണ ജൂബിലി സമാപന സംഗമ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വെള്ളയമ്പലം തൈക്കാട് റോഡ് കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ സൗജന്യമായി വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. അതിനായി 24 ടാങ്കർ വണ്ടി വെള്ളയമ്പലം തൈക്കാട് ഭാഗങ്ങളിൽ എത്തിക്കും. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഏർപ്പാട് ചെയ്യുന്ന 10 ടാങ്കർ വണ്ടി കഴക്കൂട്ടം മേഖലയിൽ എത്തിക്കും. ഈ വെള്ളയമ്പലം തൈക്കാട് വഴുതയ്ക്കാട് ജഗതി റോഡുകളിൽ കേരള റോഡ് ഫണ്ടിന്റെ വർക്ക് ഇന്റർ കണക്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ അത് 12ാം തീയതിയോടുകൂടി ഇന്റർ കണക്ഷൻ കൊടുത്ത് ജലവിതരണം പരിഹാരം കാണും. കുടിവെള്ള വിതരണം നാളെ പുനരാരംഭിക്കും. ജല അതോറിറ്റിയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവബത്ത 7000 രൂപയായി ഉയർത്തി. പെൻഷൻകാർക്ക് 2500 രൂപ ലഭിക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം 6000 രൂപ 2000 രൂപ എന്ന ക്രമത്തിലാണ് ഉത്സവബത്ത അനുവദിച്ചത്. അതേസമയം കശുവണ്ടി തൊഴിലാളികൾക്ക് ഓണത്തിന് 20% ബോണസും 10500 രൂപ അഡ്വാൻസും നൽകാൻ തീരുമാനമായതായി മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. സർക്കാരിന്റെയും കുടുംബശ്രീകളുടെയും കർഷക കൂട്ടായ്മകളുടെയും ഓണച്ചന്തകളിൽ നാടൻ പൂക്കൾക്ക് വിപണനമൊരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. പൂക്കൃഷിയിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ഇത്തവണ ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ മായിത്തറയിൽ പഞ്ചായത്തും കൃഷിവകുപ്പും കർഷകനായ VP സുനിലും ചേർന്നൊരുക്കിയ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് കാഞ്ഞങ്ങാട് കാർഷിക കോളേജ് ഹോസ്റ്റലിൽ 9 വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചു. പടന്നക്കാട് കാർഷിക കോളേജിൽ 30ഓളം പേർക്ക് പനി ബാധിച്ചതിനെ തുടർന്ന് ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് സ്ഥിരീകരണം. പനി ബാധിച്ച് ആശുപത്രിയെ സമീപിക്കുന്ന രോഗികളുടെ എണ്ണം കൂടി വരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കേന്ദ്ര വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വകമാറ്റുന്നുവെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് ധനവകുപ്പ് അറിയിച്ചു.
സംസ്ഥാന വിഹിതം അക്കൗണ്ടിൽ എത്തി 1-2 ദിവസത്തിന് ശേഷമാണ് കേന്ദ്ര വിഹിതം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് തെറ്റിദ്ധാരണയ്ക്ക് കാരണമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുമായി ബന്ധപ്പെട്ട് കർഷകർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് അങ്കമാലി CSI ഹാളിൽ കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിക്കും. റോജി M. ജോൺ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായിരിക്കും. ജനപ്രതിനിധികൾ, കർഷകർ, കർഷക തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 12-ന് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അധ്യക്ഷനായിരിക്കും. മന്ത്രി P. രാജീവും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖ്യാതിഥികളായിരിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന് ഇന്ന് തുടക്കം. രാത്രി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയും മലപ്പുറം FCയും തമ്മിൽ ഏറ്റുമുട്ടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ 6 ഫ്രാഞ്ചൈസി ടീമുകളാണ് സൂപ്പർ ലീഗിന്റെ ആദ്യ സീസണിൽ കളത്തിലെത്തുന്നത്. ഫോഴ്സ കൊച്ചിയും മലപ്പുറം FCയും തമ്മിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി നടക്കുന്ന പോരാട്ടത്തോടെ ഹോം എവേ സമ്പ്രദായത്തിലുള്ള ടൂർണമെന്റിന് തുടക്കമാകും. കേരളത്തിന്റെ ഫുട്ബോളിന് കരുത്തു പകരാനുള്ള പുതു സംരംഭത്തിൽ ബ്രസീൽ, സ്പെയിൻ, ഇറ്റലി, ഘാന തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും ലോകോത്തര പരിശീലകരും ഭാഗമാകുന്നുണ്ട്. മഞ്ചേരി, കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. നവംബർ 10-ന് കൊച്ചിയിലാണ് ഫൈനൽ. പാരീസ് പാരാലിമ്പിക്സ് അത്ലറ്റിക്സിന്റെ വിവിധ ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ഫൈനൽ മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F40, F41 വിഭാഗം ഫൈനൽ മത്സരങ്ങളിൽ നവദീപ് സിംഗ് മത്സരിക്കും. വനിതകളുടെ 200 മീറ്റർ ഓട്ടം T12 വിഭാഗം ഫൈനലിൽ സിമ്രാൻ കളത്തിലിറങ്ങും. അർദ്ധരാത്രി നടക്കുന്ന പുരുഷന്മാരുടെ 400 മീറ്റർ T47 വിഭാഗം ഫൈനലിൽ ദിലീപ് ഗാവിറ്റ് മത്സരിക്കും. പാരാലിമ്പിക്സിൽ ഇതുവരെ 6 സ്വർണവും 9 വെള്ളിയും 12 വെങ്കലവും ഉൾപ്പെടെ 27 മെഡലുകളാണ് ഇന്ത്യയുടെ നേട്ടം. 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ 19 മെഡലുകളായിരുന്നു ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത ഇന്ന് വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് കോട്ടയം മണർക്കാട് പള്ളിയിൽ നട തുറന്നു. കത്തീഡ്രലിന്റെ പ്രധാന മദ്ബഹയിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ ശുശ്രൂഷ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും നാളെ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ഗുരുവായൂർ ദേവസ്വം ബോർഡ്. നാളെ 354 വിവാഹങ്ങളാണ് നടക്കാനിരിക്കുന്നത്. ദർശനത്തിനായി എത്തുന്നവർക്ക് പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലും ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിലുമുള്ള 25 സെന്റ് വരെ ഭൂമി തരമാറ്റ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് ജില്ലാ കളക്ടർമാർ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. ഓരോ താലൂക്കിന്റെയും പരിധിയിൽ വരുന്ന അപേക്ഷകൾ നിശ്ചിത ദിവസങ്ങളിൽ നടക്കുന്ന അദാലത്തിൽ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ ജില്ലാ കളക്ടർമാരുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. യോഗം നാളെയും തുടരും. പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ മേഖലയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി OR കേളു. വകുപ്പുകളുടെ ജില്ലാതല അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SC/ST പ്രൊമോട്ടർമാർ വീടുകൾ സന്ദർശിച്ച് കുട്ടികൾ കൊഴിഞ്ഞുപോകുന്നതിന്റെ കാരണം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാതെ 22 ഏക്കറോളം ഭൂമിയിൽ ടൌൺഷിപ്പ് വികസിപ്പിച്ച് വില്ല, അപ്പാർട്ട്മെന്റ് യൂണിറ്റുകൾ എന്നിവ വിൽക്കുന്ന റിയൽ ലൈൻ പ്രോപ്പർട്ടീസിന് 1 കോടി രൂപ പിഴ വിധിച്ചു. കോഴിക്കോട് പന്തീരങ്കാവ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ വില്ല, അപ്പാർട്ട്മെന്റ് എന്നിവ വിൽക്കുന്നതിനായുള്ള പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിഴ ചുമത്തിയത്. ടൌൺഷിപ്പിൽ നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ആധാര രജിസ്ട്രേഷനുകളും നിർത്തിവെക്കാനും അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മന്ത്രി GR അനിൽ. ഓണത്തിന് മുന്നോടിയായി പൊതുവിതരണ ഔട്ട്ലെറ്റുകളിൽ എല്ലാ അവശ്യ വസ്തുക്കളും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി. സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ പ്രയോജനപ്പെടുത്തി തൊഴിൽ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ സൗജന്യ തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി V. ശിവൻകുട്ടി. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കാസർഗോഡ് കാഞ്ഞങ്ങാട് കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. പാരീസ് പാരാലിമ്പിക്സ് അത്ലറ്റിക്സിന്റെ വിവിധ ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ഫൈനൽ പോരാട്ടത്തിനിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.